ഇതിനകം നാം ഇംഗ്ലീഷ് ഭാഷയിലെ സുപ്രധാനങ്ങളായ സഹായക്രിയകളിലൊന്നായ ഡൂവിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതുപോലെ തുല്യ പ്രാധാന്യമുള്ള മറ്റു ക്രിയകളാണ് ബി, ഹാവ് എന്നിവ. ഡൂവിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു. ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ട അടിസ്ഥാന വെർബുകളാണ് ബിയും ഹാവും. ഇംഗ്ലീഷ് ഭാഷയിൽ നാം 3 കാലുള്ള ഒരു പീഠം അല്ലെങ്കിൽ ഒരു ട്രൈപോഡാണെന്ന് കരുതുക. 3 കാലുകൾ ഉള്ളത് കൊണ്ടാണ് നാം അതിന് ട്രൈപോഡ് എന്ന് വിളിക്കുന്നത്. ട്രൈ എന്ന് വെച്ചാൽ അർത്ഥം 3 എന്നാണ് അർത്ഥം. 3 കാലുള്ള ട്രൈപോഡിന്റെ 3 കാലുകൾ ആണ് ബി, ഡു, ബി, ഹാവ് എന്നിവ. അപ്പോൾ നമ്മൾ ഒരു ട്രൈപോഡ് ആയിട്ട് കരുതുക ഇംഗ്ലീഷ് ഭാഷയെ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ആ ട്രൈപോഡ്, ഇംഗ്ലീഷ് ഭാഷ ട്രൈപോഡാണെങ്കിൽ അതിന് 3 കാലുണ്ടാവണം. അതിലെന്തൊക്കെയാണ് ഓരോ കാല്? ഡു ഒരു കാലാണ്, ബി മറ്റൊരു കാല്, ഹാവ് 3-ാമത്തെ കാല്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ ട്രൈപോഡിന് നേരെ നിൽക്കാനാവില്ല, അത് മറിഞ്ഞ് താഴെ വീഴും. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാൻ ഈ 3 ക്രിയകൾ ഡു, ബി, ഹാവ് എന്നിവ കൂടിയേ തീരൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ 3 ഏതെങ്കിലും കാണുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് 3 കാലുള്ള ഒരു ട്രൈപോഡാണ്. ആ ഭാഷ നിൽക്കുന്നത് തന്നെ ഈ 3 കാലുകൾ ഏതൊക്കെയാണ്? ഡു, ബി, ഹാവ്. ഇവയിലൊന്ന് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഇത് പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡൂവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിയിലേക്ക് വന്നിട്ട് ബി ആണ് അത്തരത്തിൽ നമ്മൾ ഒന്നാമത്തത് കഴിഞ്ഞ് 2-ാമത്തെ ക്രിയ. ഈ വാക്കും ഇരട്ട റോളുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് ഒരു സഹായക്രിയ മാത്രമേ എടുക്കാൻ പറ്റില്ല, ഇത് സഹായക്രിയയുമാണ് പ്രധാന ക്രിയയുമാണ്. 2 റോളുണ്ട് അതിന്. ബി ഒരു വാക്കാണെങ്കിലും അതിൻ്റെ മറ്റു രൂപങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബി നമുക്ക് കണ്ണിൽ ഒന്നാണ്, പക്ഷേ ബിയുടെ മറ്റു അനുബന്ധ വാക്കുകളുണ്ട്. അതുകൂടി മനസ്സിലാക്കിയാലാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ബി എന്ന വാക്ക് കാണുമ്പോൾ നാം ഓർക്കേണ്ടത് ബി എന്ന വാക്ക് ഒരു കോഴിയമ്മ ആണെന്നാണ്. ഞാൻ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരണമാണ്. ബി നമ്മൾ എന്തായിട്ട് എടുക്കണം? അതൊരു കോഴിയമ്മയായിട്ട് എടുക്കുക. ബി അതാണ് എൻ്റെ ഹെഡ് വേർഡ്. ഈസ്, ആർ, ആം, വാസ്, വേർ, ബീങ് എന്നിവ ആ കോഴിയമ്മയുടെ 7 കുഞ്ഞുങ്ങളാണെന്ന് കരുതുക. അപ്പോൾ ബി എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കല്ല, ബിയുടെ കീഴിൽ 7 വാക്കുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ എപ്പോഴും നല്ലത് ഈ വാക്കുകൾ ഏതെല്ലാം കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ബി ഒരു തള്ളക്കോഴിയാണെന്ന്. ഈ പറഞ്ഞ 7 എണ്ണം ഏതൊക്കെയാണ്? ഈസ്, ആർ, ആം, വാസ്, വേർ, ബീങ് ഇവയെല്ലാം ആ ബി എന്ന തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങളാണെന്ന് ഓർത്തിരുന്നാൽ നമുക്കത് മനസ്സിലാക്കാനും ഓർത്തെടുക്കാനും എളുപ്പം കിട്ടും. ഈ വാക്കുകളെ പ്രൈമറി വെർബ് എന്ന റോളിൽ ഉപയോഗിക്കുന്നത് ഒരു ലിങ്കിങ് വെർബായിട്ടാണ്. 2 റോളുകളിൽ ഇത് വരുന്നു നമ്മൾ പറഞ്ഞു. 2 റോളിൽ ഒന്ന് ഇത് ലിങ്കിങ് വെർബായിട്ട് ഉപയോഗിക്കും. അതായത് ആശയങ്ങളെ കൂട്ടിയിണക്കുക എന്ന പണിയാണ് ഇവ ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന അർത്ഥം കിട്ടും. അപ്പോൾ ഇത് പ്രൈമറി വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നു. നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അബ്ദുൽ കലാം വാസ് an excellent president of India. അബ്ദുൽ കലാം ഇന്ത്യയുടെ ഒരു എക്സലന്റ് പ്രസിഡന്റ് ആയിരുന്നു. വാസ് അവിടെ ബിയുടെ ഒരു ഫോം ഏതാണ്? വാസ് ആണ്. അത് വെച്ചാണ് ലിങ്ക് ചെയ്തേക്കുന്നത്. അബ്ദുൽ കലാം എന്നുള്ളത് ഒരു ആൻ എക്സലന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതിനോട് ലിങ്ക് ചെയ്തേക്കുന്നത് ഈ വാസ് വെച്ചിട്ടാണ്. ബെസി ഈസ് എ കൈൻഡ് സെർവൻറ്റ്. അതുകൊണ്ട് ബെസി ഒരു കൈൻഡ് സെർവൻ്റ് ആകുന്നു. അപ്പോൾ അവിടെ ഈസ് ചേർക്കുമ്പോഴാണ് അതിന് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ.
എലിസ, ജോർജിയാന ആൻഡ് ജോൺ ആർ സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരർ എന്നാണ് അർത്ഥം. ഒരു അമ്മയ്ക്ക് ജനിച്ച ചേട്ടനനിയന്മാരോ ചേട്ടത്തിയനിയത്തിമാരോ അവരെല്ലാം ഒരുമിച്ച് പറയുന്ന ഒറ്റ വാക്കാണ് സിബ്ലിങ്സ്. അപ്പോൾ എലിസ, ജോർജിയൻ ആൻഡ് ജോൺ ആർ സിബ്ലിങ്സ്. അവർ മൂന്നുപേരും എന്താണ്? സിബ്ലിങ്സ് ആണ്. അപ്പോൾ ഇവിടെ അത് ലിങ്ക് ചെയ്യുകയാണ്. ഇനി പ്രസന്റ് പാസ്റ്റ് ടെൻസുകളിൽ ഈസ്, ആർ, ആം, വാസ്, വേർ എന്നിവ ഏകവചന ബഹുവചനങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിത് ഈ ബിയുടെ മറ്റ് ഫോംസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 7 എണ്ണവും എന്തൊക്കെയായിട്ടാണ്? പ്രസൻറ്റും പാസ്റ്റ് ടെൻസുകളിലും ഏകവചന ബഹുവചനങ്ങൾക്ക് വ്യത്യാസപ്പെട്ട് ഇത് ഉപയോഗിക്കണം. ഹി, ഷീ, ഇറ്റ് എന്നീ ഏകവചനങ്ങൾക്ക് പ്രസന്റ് ടെൻസിൽ ഈസും, ഹി, ഷീ, ഇറ്റിനൊക്കെ നമ്മൾ പ്രസന്റ് ആണ് ധരിക്കുക, അത് ഏകവചനമാണല്ലോ, അതിനോട് ചേർക്കണം ഈസ് ചേർക്കണം. അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ചേർക്കണം. യു, വി, ദേ എന്നിവ അതെല്ലാം പ്ലൂറലാണ്. എന്നിവയ്ക്ക് ആറ് ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആറാണ്. ഓക്കെ, അത് പ്ലൂറലാണെങ്കിലോ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ യു, വി, ദേ എന്നിവയ്ക്ക് നമ്മൾ പ്ലൂറൽ ഫോം ആണെങ്കിൽ പ്ലൂറൽ ഫോം ആണത്, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ആറാണ്. അതേസമയത്ത് പാസ്റ്റ് ആകുമ്പോഴേ ഈ ആറ് എന്തായിട്ട് മാറണം? വേർ. ആറ് വേറായിട്ട് മാറും. ഐ എന്ന പ്രൊനൗണിന് ശേഷം മാത്രം ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ആം. ഐ ആം. റൈറ്റ്. ഇനി അതിൽ തന്നെ മറ്റു ഫോമുകൾ എടുക്കാം. ബിയുടെ മറ്റു ഫോമുകളിൽ ഒന്നാണ് ബീയിങ്. വളരെ കുറച്ച് ദൈർഘ്യം, കുറച്ച് നേരം എന്ന അർത്ഥത്തിൽ ഈസ് ബീയിങ്, ആർ ബീയിങ്, ആം ബീയിങ്, വാസ് ബീയിങ്, വേർ ബീയിങ് എന്നിവ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് കുറച്ച് നേരത്തേക്ക് മാത്രം ഉദ്ദേശിക്കണമെങ്കിൽ ഈസ്, ആർ, ആം, വാസ്, വേർ അതിൻ്റെ എല്ലാം കൂടെ എന്ത് ചേർത്താൽ മതി? ബീയിങ് ചേർത്ത് മതി. ഇപ്പം ഐ ആം ബീയിങ് പേഷ്യൻറ്റ്, എനിക്ക് നല്ല ക്ഷമയുണ്ടെന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഐ ആം പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അർത്ഥം കിട്ടും, പക്ഷേ ഇവിടെ കുറച്ച് അർത്ഥ വ്യത്യാസം വരുന്നുണ്ട്. ഐ ആം ബീയിങ് പേഷ്യൻറ്റ് അങ്ങനെയും പറയാം. അടുത്തൊരു എക്സാമ്പിൾ, യു ആർ ബീയിങ് എ ഗുഡ് ലിറ്റിൽ ഗേൾ. അവിടെ ബീയിങ് ഇല്ലെന്ന് വെച്ചിട്ട് സെൻറ്റൻസ് ശരിയാകും, പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു ചെറിയ സമയം, ഇപ്പോൾ മാത്രം, ഈ ഒരു നിമിഷം മാത്രം, ഈ ഒരു ചെറിയ സമയം മാത്രം എന്ന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈസ് ബീയിങ്, ആർ ബീയിങ്, ആം ബീയിങ് എല്ലാം ഉപയോഗിക്കും. ഇനി ബീൻ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ. കുറച്ച് അധികം നേരമായിട്ട്, കുറച്ച് നാളായിട്ട് എന്ന അർത്ഥത്തിൽ ഒരവസ്ഥയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഈസ് ബീയിങ്, ആർ ബീയിങ് എന്നെല്ലാം കുറച്ച് നേരത്തേക്കാണ്. കുറച്ച് അധികമാണെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ എന്ന് ഉപയോഗിക്കണം. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ബീൻ ഇൻ മിലാൻ സിൻസ് 2020. 2020 മുതലായിട്ട് ഇപ്പോൾ വരെ അവൾ എവിടെയാണ്? മിലാനിലാണ്. ഇപ്പോൾ മാത്രമെന്നാണെങ്കിൽ ഈസ് ഉപയോഗിച്ചാൽ മതി, പക്ഷേ ഇത്ര ദൂരം, ഇത്ര നേരം, ദൂരമല്ല, ഇത്ര സമയമായിട്ട്, ഇത്ര ദൈർഘ്യത്തോടെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ ഇൻ മിലാൻ സിൻസ് 2020. അടുത്തൊരു എക്സാമ്പിൾ, ദേ ഹാവ് ബീൻ ടീച്ചേഴ്സ് ഫോർ 25 years. 25 വർഷമായിട്ട് അവർ ടീച്ചേഴ്സാണ്. ദേ ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ള അർത്ഥം വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇതങ്ങനെയല്ല, ഇത്ര നാളായിട്ട്, 25 വർഷമായിട്ട് അവർ ടീച്ചേഴ്സാണ്. ഒരു എക്സാമ്പിൾ കൂടി, ഷീ ഹാഡ് ഓൾവേസ് ബീൻ അൺകൈൻഡ് ടു മീ. അവൾ എന്നും എന്നോട് ഒരു ദയയില്ലാത്ത ആളാണ്. അപ്പോൾ ഷീ ഹാഡ് ഓൾവേസ് ബീൻ, എന്നും എന്നോട് ദയ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കുറേ നാളായിട്ട് എന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ എന്നിവ അത് ടെൻസുകളും അത് സിംഗുലർ പ്ലൂറൽ വ്യത്യാസത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ബീൻ ടു, അടുത്തൊരു അതിൽ തന്നെ വരുന്ന വേറൊരു പ്രയോഗമാണ് ബീൻ ടു.
ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ബീൻ ഉപയോഗിക്കാറുണ്ട്. അതൊരു കുറച്ച് ഡിഫറൻ്റ് ഒരു യൂസേജാണ്. അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, കാണുമ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഹി ഹാസ് ബീൻ ടു ജപ്പാൻ എ ഫ്യൂ ടൈംസ്. അവൻ പല പ്രാവശ്യമായിട്ട് അവൻ ഇവിടെ പോയിട്ടുണ്ട്, ജപ്പാനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുള്ള അർത്ഥത്തിലാണ് ബീൻ ടു ഉണ്ടാവും എപ്പോഴും. അടുത്തൊരു ക്വസ്റ്റ്യൻ പോലെ ഒരു എക്സാമ്പിളാണ്, ഹാവ് യു എവർ ബീൻ ടു ആഗ്ര? നീ എന്നെങ്കിലും ആഗ്രയ്ക്ക് പോയിട്ടുണ്ടോ? ഈ സ്ട്രക്ചർ നല്ലൊരു സുന്ദരമായിട്ടൊരു സ്ട്രക്ചറാണ്. നമുക്ക് എപ്പോഴും സ്ഥലത്ത് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ബിയും മറ്റ് അനുബന്ധ 7 വാക്കുകളും ഹെൽപ്പിംഗ് വെർബുകളായി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അടുത്ത സ്റ്റേഷനിൽ വിവരിക്കാം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഞാൻ മൊത്തത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ ഒരു ട്രൈപോഡായിട്ട് കാണണമെന്നും ആ ട്രൈപോഡിൻ്റെ 3 കാലുകൾ, ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ തന്നെ 3 കാലുകളുള്ള ഒരു വസ്തുവിനെയാണ് ട്രൈപോഡ് എന്ന് വിളിക്കുന്നത്. ആ 3 കാലുകൾ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഈ ട്രൈപോഡ് ആണെങ്കിൽ നമുക്ക് വരുന്നുണ്ട്. ആ 3 കാലുകൾ എന്താണ്? ഒന്ന് ബി, ഒന്ന് ഡു, ഒന്ന് ഹാവ്. ഈ ഡു, ബി, ഹാവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ഈ ട്രൈപോഡിൽ നിൽക്കാൻ കഴിയില്ല. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നിൽക്കാൻ കഴിയില്ല. സ്വതന്ത്രമായിട്ട് നിൽക്കണമെങ്കിൽ 3 കാല് വേണം. ഈ 3 കാലുകളാണ് ഇത് 3. ഇത് 3-ൽ ഒന്നിന് പരിക്കേറ്റാൽ, അതിന് വീഴ്ച പറ്റിയാൽ ലാംഗ്വേജിന് വീഴ്ച പറ്റും. അപ്പോൾ എത്ര പ്രസക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 അടിസ്ഥാന വെർബുകൾ ഇത് 2 റോളിൽ വരുന്നുള്ള കാര്യം ഇതിനകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രൈമറി വെർബായിട്ട് വരും, ഒന്ന് ഹെൽപ്പിംഗ് വെർബായിട്ട് വരും. പ്രൈമറി വെർബായിട്ട് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ആകുന്നു, ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ഉപയോഗിക്കുന്നത്. മറ്റ് ബിയുടെ ഉപയോഗങ്ങൾ ടെൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ടെൻസ് എന്ന് പറഞ്ഞാൽ സമയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബി എന്നുള്ളത് തനിച്ചൊരു വാക്കല്ല, അതിൽ നിന്നുള്ള ഉത്ഭവിച്ച് വേറെ 7 ഉണ്ട്. ഈസ്, ആർ, ആം, വാസ്, വേർ, ബീങ്, ബീൻ. അത്ര എളുപ്പത്തിൽ നമ്മുടെ തലയിലോട്ട് കയറിയെന്ന് വരില്ല. പക്ഷെ നമ്മളെപ്പോഴും ഇത് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ബി എന്നുള്ളൊരു തള്ളക്കോഴിയാണ്. നമുക്ക് വളരെ എളുപ്പം ഓർക്കാൻ പറ്റും. കാരണം ഇത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് കയറി വരണം. ബി ഒരു തള്ളക്കോഴി, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈസ്, ആർ, ആം, വാസ്, വേർ, ബീങ്, ബീൻ. ഓക്കെ, റൈറ്റ്.